ഭക്തന്മാരുടെ പൈസ കൊണ്ടാണ് ഈ സ്ഥാപനം നടക്കുന്നതെന്ന് ആദ്യം നമ്മൾ ധരിക്കണം. ഭക്തന്മാരുടെ ട്രസ്റ്റ് സൂക്ഷിക്കലാണ് ബോർഡിൻ്റെ ജോലി. ഉണ്ണിയപ്പത്തിൽ മായം ചേർക്കാൻ പാടില്ല, ചന്ദനത്തിൽ മായം ചേർക്കാൻ പാടില്ല, ഒന്നിലും മായം ചേർക്കാൻ പാടില്ല. കാരണം ട്രസ്റ്റോടുകൂടി വിശ്വാസത്തോടു കൂടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അരവണയിലും അപ്പത്തിലും എല്ലാത്തിലും ആ വിശ്വാസത്തിൻ്റെ ഒരു നൈർമല്യം ഉണ്ടാവണം. അതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ നേതാക്കളെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവേ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാർമ്മിക ച്യുതി അവിടെയും സംഭവിച്ചിട്ടുണ്ട്. അതിന് ഭക്തന്മാരാണ്, ഭക്തജനങ്ങളാണ് അതിന് ദേ ഷുഡ് ഹോൾഡ് ദി ബോർഡ് അക്കൗണ്ടബിൾ. അല്ല, അങ്ങനെ അല്ലാത്ത ബോർഡുകളും എല്ലാം കുറ്റമറ്റതാണോ? ഞാൻ പറയുന്നത്, നമ്മളൊരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുമ്പോൾ പൊളിറ്റിക്സ് ഈസ് ഫെയ്റ്റ് എന്ന് പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേറെ പൊളിറ്റിക്കൽ പാർട്ടി നാളെ പിടിച്ചോണ്ട് വയ്ക്കാൻ പറ്റും? ഇല്ലല്ലോ. പാർട്ടി ഭരിക്കുന്ന പാർട്ടിക്കാരല്ലാതെ പ്രതിപക്ഷത്തിന് വയ്ക്കും. അങ്ങനെ രീതിയുണ്ടോ? അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന്, അവരുടെ പാർട്ടിക്ക് സപ്പോർട്ടുള്ളവരിൽ നിന്ന് വിശ്വാസികളും തോന്നുന്നവരെ വയ്ക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.